ഇത് വാമപ്പാട്ടോ, വാമപ്പ്, റൈസ് ചെയ്യുന്നതല്ല. ഇത് തുടങ്ങി മോനെ, തുടങ്ങി. ഓ, ഇത് എന്ത് പോക്കാണ് ഇത് പോണേ, എൻ്റെ പൊന്നെ. പറന്ന് തേനീച്ച പോണ പോലെയാട്ടോ പോണത്. നമ്പറൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. നമ്പർ 3 ആണ് മാക്സ് വെർസ്റ്റപ്പൻ. നമ്പർ 3 മെഴ്സിഡസ് AMG GT3. പിന്നെ നമ്മുടെ ഇന്ത്യക്കാരനുണ്ട് ഫോർഡ് മസ്താങ്ങില്. പൊന്നെ, ഒരു 100-150 വന്നിട്ട് 0-ത്തിലോട്ട് ചുമ്മാ 2 സെക്കൻഡ് കൊണ്ട് എത്തിക്കണം. നമ്മളിപ്പോൾ ആദ്യത്തെ നിന്ന ലൊക്കേഷനിൽ നിന്ന് കുറച്ച് മാറി അടുത്തൊരു വ്യൂ പോയിൻ്റ് വന്നേക്കാം. ഇതൊരു എസ് ഷേപ്പിലുള്ളൊരു സ്പോട്ടാണ്. നമ്മൾ അടുത്തൊരു വ്യൂ പോയിന്റിലോട്ട് മാറി. ഓൾമോസ്റ്റ് ഒരു 10-15 മിനിറ്റ്സ് കൂടുമ്പോൾ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആംഗിളിൽ നിന്നുള്ള വ്യൂകൾ കാണിച്ചു തരാനും പറ്റും. ഇപ്പോൾ നമ്മൾ മെഴ്സിഡസ് AMG ട്രിബ്യൂണിലാണ്. ഇപ്പോൾ ഓരോ BMW ഒരു ഗാലറി ഉണ്ട്, മെഴ്സിഡസിൻ്റെ ഒരു ഗാലറി ഉണ്ട്. അപ്പോൾ അതിനൊരു ട്രിബ്യൂൺ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പിറ്റ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി വന്ന വണ്ടികൾ, റൈറ്റ് സൈഡിൽ കാണുന്ന റേസ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ടയർ ചേഞ്ച്, ഡ്രൈവർ ചേഞ്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്വിക്ക് മെയിൻ്റനൻസ്, അതിനൊക്കെ വേണ്ടി സ്റ്റോപ്പ് ചെയ്യുന്ന വണ്ടികളാണ് ലെഫ്റ്റിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഇപ്പോൾ നമ്മൾ പിറ്റ് സ്റ്റോപ്പിൻ്റെ അവിടെ എത്തിയേക്കുവാണ്. വണ്ടികൾ ടയർ മാറ്റാൻ, ഫ്യൂല് ചേഞ്ച് ചെയ്യാനൊക്കെ നിർത്തുന്ന ഓപ്പോസിറ്റ് കാണുന്നത്. പിറ്റ് സ്റ്റോപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കാണുന്ന ലൈറ്റ് ആർച്ചിൻ്റെ അവിടെ നിന്ന് എക്സിറ്റ് ആവും വണ്ടി. ബാക്കി ഇപ്പോൾ റേസ് നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെ ഞങ്ങൾ 1.5 മണിക്കൂർ ബസ് യാത്ര ചെയ്ത് 6 കിലോമീറ്റർ താണ്ടി അടുത്തൊരു സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. ബ്രുൺഷൻ. ഇത് ഇച്ചിരി ഹൈ റിസ്ക് ടേണും ആക്സിഡൻറ്റ് പ്രോൺ ആയിട്ടുള്ള ഒരു റേസിൻ്റെ ഏരിയ ആണ്. ഇപ്പോൾ രാത്രി 10 മണിയായി. നമ്മൾ എത്ര മണിക്ക് ഇവിടെ എത്തി? 12 മണിക്കോ? ഉച്ചയ്ക്ക് 12 മണിക്ക് വന്ന. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പോയി. സ്റ്റാർട്ടിംഗ് പോയിന്റിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത നൈറ്റ് വ്യൂവിന് വേണ്ടി ബ്രുൺഷൻ എന്ന് പറഞ്ഞ സ്പോട്ടിലെത്തി. ഒരു 2 ലക്ഷം പേരുണ്ട് ഇവിടെ. അതുകൊണ്ട് റോട്ടിൽ 6 കിലോമീറ്റർ താണ്ടാൻ ബസ് 1.5 മണിക്കൂർ എടുത്തു. കാണിച്ചു തരാം. രാത്രി 10 മണിയാണ്. ഫുള്ള് ടെന്റ്, ക്യാമ്പിങ് വൈബാണ് ഇവിടെ. സ്പീഡ് റെക്കോർഡ് ചെയ്യണമെന്നോ? ഇറക്കമാണ്. രാത്രിയായതുകൊണ്ട് മനസ്സിലാവുന്നുണ്ടോന്ന് അറിയത്തില്ല. ഇറക്കവും കാണാനും കൂടെ.
പൊളി പോക്കമാണ്. രാത്രി പകലെല്ലാം ഒരേ സ്പീഡാ. നമ്മളിപ്പോൾ അടുത്തൊരു സ്പോട്ടിലോട്ട് എത്തി, വിപ്പർമാൻ എന്ന് പറഞ്ഞ്. ഇത് ഇതിന് മുന്നത്തെ സ്പോട്ടിനേക്കാളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. ആക്ച്വലി ഞങ്ങൾ ഇങ്ങോട്ട് പോകാനുള്ള വഴി എങ്ങനെയാണെന്ന് ആലോചിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ഒരുത്തിന് ഇങ്ങോട്ട് വന്ന് ഹെഡ് ചെയ്ത് ആൾ നല്ല അടിച്ച് നല്ല പിമ്പിരിയായിട്ട് ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ച് പുള്ളി പറഞ്ഞാൽ എനിക്ക് നല്ലൊരു സ്പോട്ട് അറിയാം, നിങ്ങളെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കാൻ പറ്റി. ഇതൊക്കെ ഉണ്ടല്ലോ, നേരിട്ട് കാണാതെ ചുമ്മാ യൂട്യൂബിലൊന്നും കണ്ടിട്ട് ഒരു കാര്യമില്ല. ഇതൊന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഒന്നിലേ ചാവും അല്ലെങ്കിൽ ജയിക്കുക, ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇറങ്ങണേ. ചുമ്മാ 150-200 കിലോമീറ്റർ സ്പീഡിൽ വന്നിട്ട് കോട്ടും വളവ് ചുമ്മാ കിടത്തി വീശി അങ്ങ് പോവാണ്. അല്ലാണ്ട് അയ്യോ ഇങ്ങനെ ഇവിടെ ബ്രേക്ക് ഔട്ടില്ല എന്തെങ്കിലും പറ്റുമോ അങ്ങനെയുള്ള ചിന്തയില്ല. പോണ പോക്കാണ്. എന്നാ മാതിരി വളവാൻ നോക്കിയേ. എൻ്റെ മോനെ, ഇതൊക്കെ നേരിട്ട് കാണാതെ നിങ്ങൾ ജർമ്മനിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു വർഷമെങ്കിലും ഏതെങ്കിലും ഒരു വർഷം ഇതൊക്കെ ഒന്ന് വന്ന് കാണണം. 2 ലക്ഷം പേരാണ് ഇവിടെ ക്യാമ്പ് ചെയ്തേക്കണത്. 2 ലക്ഷം, 25 കിലോമീറ്റർ ഫുൾ ആൾക്കാർ, 140 വണ്ടി റേസ് ചെയ്യുന്നത്, 24 അവർ കണ്ടിന്യൂസ് റേസ്. ഒരു ടീമിലെ ഒരു കാറിന് ഒരു 4 ഡ്രൈവർ, 3-3.5 മണിക്കൂർ ഒരാൾ ഓടിക്കും, അടുത്ത ആൾ കയറും. അങ്ങനെ നോൺ സ്റ്റോപ്പ് റേസ്, 24 അവർ എൻഡ്യൂറൻസ് റേസ്. കുറേ ആക്സിഡൻറ്റുകളുണ്ടായി, കുറേ ടോപ്പിൽ നിന്നവർ ഔട്ടായി, വണ്ടി ഇടിച്ച്. ഇതിന് ഗ്രീൻ ഹെൽ എന്നാണ്. ജർമ്മനിൽ നൂർബർഗ് റിംഗ് എന്ന് പറയും, പക്ഷേ ഇംഗ്ലീഷിൽ നിക്ക് നെയിം ഗ്രീൻ ഹെൽ എന്നാണ്. സമയം രാത്രി 12:15. ഇവിടെ റേസിങ്ങും ക്യാമ്പ് ഫയറും ഫുൾ പാർട്ടി വൈബാണ് ഇവിടെ. സ്പീഡ് വല്ലതും മനസ്സിലാവണ്ട. മാക്സ് വെർസ്റ്റാപ്പൻ കഴിഞ്ഞൊരു 3-4 മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ടോപ്പാണ് വെർസ്റ്റാപ്പൻ്റെ വണ്ടി പോയിക്കൊണ്ടിരുന്നത്. ഫസ്റ്റ് പൊസിഷനിൽ ക്വാളിഫയറിൽ 4th ആയിരുന്നു പുള്ളി. ആദ്യത്തെ 3 മണിക്കൂർ ഓടിച്ചിട്ട് ഇറങ്ങുമ്പോൾ 4th നിന്ന് ഫസ്റ്റിലെത്തിച്ചു. രണ്ടാമത്തെ ആൾ കയറി, അവൻ ഓടിച്ചിറങ്ങുമ്പോൾ വീണ്ടും 5th ആയി. മൂന്നാമത്തവൻ കയറി വീണ്ടും ഓടിച്ച് ഫസ്റ്റിലെത്തിച്ചു. അതിപ്പോൾ അതുപോലെ തന്നെ അമ്മ കട്ടയ്ക്ക് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും മണിക്കൂർ ഈ ഹൈ സ്പീഡ് ഡ്രൈവിങ്, അതായത് ഒരു 150 പോലെ 250 കിലോമീറ്റർ സ്പീഡിൽ 24 മണിക്കൂർ വണ്ടി ഓടിക്കുക, അത് വേറെ ലെവലാണ്. വേറെ ലെവൽ. ത്രൂ ഔട്ട് ദ നൈറ്റ്. സാറ്റർഡേ 3 PM തുടങ്ങിയ സൺഡേ 3 PM ഫിനിഷിങ്. മരണ റേസ്. കണ്ണുകൊണ്ട് കാണാനുള്ള സമയമില്ല, അമ്മാതിരി പോകാം. ഇതാണ് ഏറ്റവും ഹൈ സ്പീഡ് കാറ്റഗറി. വിൻഷീൽഡിൽ ബ്ലൂ ലൈറ്റ് മിന്നുന്നവരാണ് ഏറ്റവും ഹൈ സ്പീഡ് കാറ്റഗറി. GT3 കാറ്റഗറി വരുന്നത്. ലംബോർഗിനി, ഹുറാക്കാന്, മെഴ്സിഡസ് AMG GT3 അങ്ങനെയുള്ള സെഗ്മെന്റ് വണ്ടികൾ. നമ്മുടെ ഇന്ത്യക്കാരൻ ആക്സിഡൻ്റായി ഔട്ടായി പോയി. അർജുൻ മൈനി ആദ്യത്തെ സെഷനിൽ തന്നെ ഔട്ടായി. ഒരു വണ്ടി ഇടിച്ചത് എടുത്തോണ്ട് പോകണം. രാത്രി 1 മണി കഴിഞ്ഞു. നമ്മൾ ഇന്നത്തെ റേസിംഗ് വാച്ച് ചെറുതായിട്ട് സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് നേരം ഉറങ്ങാൻ വേണ്ടി പോരും. 3-4 മണിക്കൂർ കിടന്നുറങ്ങണം. നമ്മൾ വണ്ടിക്കകത്ത് തന്നെ പുതപ്പും ബെഡൊക്കെ ഉപയോഗിച്ച് കിടക്കാനുള്ള പരിപാടിയാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ 2ാം ദിവസം വണ്ടിയിൽ നിന്ന് ഇറങ്ങി. വണ്ടിക്കകത്ത് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. എന്നാലും അതിൻ്റെ ഓക്സിലറി ഹീറ്റിംഗ് ഒക്കെ വെച്ച് ഞങ്ങൾ
ഒരു 18 ഡിഗ്രിയൊക്കെ അത്യാവശ്യമാക്കിയിട്ട് കടന്നു. വലിയ കുഴപ്പമില്ലാണ്ട് ഉറങ്ങാൻ പറ്റി. ഇപ്പോൾ രാവിലെ 8 മണിയായി. നമ്മുടെ ഡ്രൈവർമാർ നോൺ സ്റ്റോപ്പ് പൊയ്ക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇവിടെ ബാത്റൂം പരിപാടികളൊക്കെ ഇച്ചിരി പാടാണ്. മറ്റേ ടെമ്പററി സെറ്റപ്പാണ് ഇവിടെ എലിയിലെ വെച്ചേക്കണേ. പിന്നെ ആൾക്കാർ ഇന്നത്തേക്ക് മാത്രം വരുന്നവർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അല്ലാതെ ക്യാമ്പ് ചെയ്തവരൊക്കെ എണീറ്റ് ക്യാമ്പും ടെൻ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പതുക്കെ റേസ് നടക്കുന്ന സ്പോട്ടിലോട്ട് പോവാ. ഹലോ, ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ജർമ്മൻ ഹോട്ട് ഡോഗ്. എന്താ പറഞ്ഞോളൂ. റേസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോട്ട് ഡോഗും ഒരു ചായയും 10 യൂറോ. 1000 രൂപയ്ക്ക് ഒരു ഹോട്ട് ഡോഗ്, ഒരു ചായ. ഇപ്പം എത്ര മണിക്കൂറായി? ഇന്നലെ 3 മണിക്ക് തുടങ്ങി 18 മണിക്കൂറായല്ലേ? 18 മണിക്കൂർ നോൺ സ്റ്റോപ്പായി. സ്പീഡിനും പോക്കിനൊന്നും ഒരു കുറവുമില്ല. വണ്ടി എത്ര എണ്ണം പുറത്തായി എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതാ വരുന്നു. അമ്മമാരുടെയൊക്കെ പോക്കെന്ന് പറഞ്ഞാണല്ലോ, ഒരു രക്ഷയില്ലാത്ത പോക്കാണ്. ഹൈ സ്പീഡ്, ഏറ്റവും ഹൈ സ്പീഡിൽ പോണവന്മാർക്ക് ഒരു ബ്ലൂ ലൈറ്റ് ഉണ്ടാവും റൈറ്റ് ടോപ്പിൽ. അതൊരു ഹെവി ഫുള്ള് ലംബോർഗിനികളും പോർഷെ 911 GT3. ഇതതിൻ്റെ തൊട്ട് താഴെയുള്ള സെഗ്മെൻറ്റ്. ഈ ട്രാക്കിൻ്റെ സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ ഇന്നലെ രാത്രി ഞങ്ങൾ കണ്ടുപിടിച്ച നൈറ്റ് ഷോട്ട് എടുത്ത നല്ലൊരു സ്പോട്ടുണ്ട്. ആ സ്പോട്ടിൽ ഒന്നുകൂടെ പോയി കുറച്ച് ഡേ വിഷ്വൽസും കൂടെ എടുക്കാം. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് തീരും. ഞാൻ 10 മണിയായി. 2 മണിക്കൂറും കൂടെ ഉള്ളൂ. ക്യാമ്പിങ്ങുകാരൊക്കെ എല്ലാം എടുത്തുകൊണ്ട് പോവുക. ക്യാമ്പൊക്കെ അഴിച്ച് ഇവരൊരു 4-5 ദിവസമായിട്ട് ഇവിടെ തമ്പടിച്ച് കിടന്നവരാ. ഇന്ന് 3 മണിയാകുമ്പോഴേക്കും ഇവർക്ക് ഇതെല്ലാം ക്ലിയർ ചെയ്യണം. നമ്മൾ 2 ദിവസം നിന്ന്, ഇവർ 4-5 ദിവസം. ഇതിപ്പോൾ നമ്മൾ തൊട്ടടുത്തായിട്ടോ നിൽക്കണേ. ഇതിൽ കൂടുതൽ അടുത്ത് പോകാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മാക്സ് ഫെർസ്റ്റപ്പൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയി. അതായത് വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടാണെങ്കിലും ഇവർക്ക് പുറത്താകാൻ സാഹചര്യമുണ്ട്. അതായത് ആക്സിഡൻറ്റ് മാത്രമല്ല, വണ്ടി മെയിൻ്റനൻസ് പിറ്റ് സ്റ്റോപ്പ് ടൈമിനുള്ളിൽ 3 മിനിറ്റിനുള്ളിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്ത് തിരിച്ച് ട്രാക്കിൽ ഇറക്കണം. അപ്പോൾ അവരുടെ സ്റ്റീറിംഗ് കോളത്തിന് എന്തോ മേജർ കംപ്ലൈൻറ്റ് വന്നു. മേഴ്സിഡസ് AMG GT3 ആയിരുന്നു അവരുടെ വണ്ടി. അപ്പോൾ അത് കംപ്ലൈൻ്റായി. ശ്രദ്ധിച്ച് നോക്കിയാൽ ഏറ്റവും മാക്സിമം സ്പീഡിൽ പോകുന്ന വണ്ടികൾ ഇവന് അതാണ് ഏറ്റവും ഹൈ സ്പീഡ് കാറ്റഗറി പോകുന്നത്. ബ്ലൂ ലൈറ്റ് ഉള്ളത്. അടുത്തത് BMW, പോർഷെ. ഏറ്റവും കൂടുതൽ പോർഷകളാട്ടോ. ഒത്തിരി ടീമിൻ്റെ വണ്ടികൾ പോർഷകളാണ്. പിന്നെ കൂടുതൽ കാണുന്ന BMW, M3, M4, M2, M3, M4. പിന്നെ 2 ടീമിൻ്റെ മസ്താങ് ഉണ്ട്. പിന്നെ വോക്സ്വാഗൺ ഗോൾഫുകളുണ്ട്. പിന്നെ ഒരു ഡാച്ചി ഉണ്ട്. പുള്ളി പോകുമ്പോൾ എല്ലാ ആൾക്കാർ ഭയങ്കര കൈകൊട്ടൊക്കെയായിരുന്നു. അതേപോലെ പുള്ളി 18 മണിക്കൂറിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കട്ടോ ഡാച്ചിയാ. എന്നെ ടൊയോട്ട സുപ്ര. ഇതൊക്കെ ഒരു സെക്കൻഡ് കാണുമ്പോൾ മനസ്സിലാണോ വെച്ചാട്ടോ പറയണത്. അതിൻ്റെ അകത്ത് ചിലപ്പോൾ തെറ്റുകൾ വരാം. ഓടി A4 ഒക്കെ ട്യൂൺ ചെയ്ത് പൊളിയായിട്ട് ഇറക്കിയ BMW.
അടുത്ത സ്ഥലത്തോട്ട് പോവാണ്, ഫ്ലാൻസൺ ഗാർഡൻ. ഞാൻ നടക്കുന്ന സൈഡിൽ കൂടെ തന്നെയാണ് ട്രാക്ക് പോകുന്നത്. ഇത് 24 മണിക്കൂറൊക്കെ ഈ വണ്ടികളൊക്കെ ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ഓടണ തന്നെ. അതായത് ടയർ മാറും, എണ്ണ അടിക്കും, അല്ലാണ്ട് വണ്ടി കംപ്ലൈൻ്റ് ആവുമോ അല്ലെങ്കിൽ ഇടിക്കുകയൊക്കെ ചെയ്ത പരിപാടി കഴിഞ്ഞു. 2026 മെയ് 17 ഞായറാഴ്ച രാവിലെ ഒരു 10:30 ആയിരുന്നു. സമയമൊന്ന് നോക്കി അല്ല, സംഭവം 3 മണിയാകുമ്പോൾ തീരും. ഒരു 20 മണിക്കൂർ അടുത്തായി കണ്ടിന്യൂസ് റേസ് തുടങ്ങിയിട്ട്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമായിട്ട് എടുക്കേണ്ടത് നമ്മുടെ ഫോൾഡബിൾ കസേരകൾ. പിന്നെ എവിടെ ചെന്നാലും ഇരിക്കണമെങ്കിൽ വേറെ മാർഗമൊന്നുമില്ല, അല്ലെങ്കിൽ നിന്ന് നമ്മുടെ ഉപ്പാടെത്തും. ഞങ്ങളുടെ കയ്യിൽ ഒരു ചുക്കും ഇല്ലായിരുന്നു, ഞങ്ങൾ നിന്ന് അങ്ങനെ. വൻ ക്യാമ്പിങ് ഏരിയ ആണ്. റെഡ് ക്രോസിൻ്റെ ഫയർഫോഴ്സ് ആംബുലൻസ് ഒക്കെ കിടപ്പുണ്ട്. ഫുൾ ക്യാമ്പിങ് ആൾക്കാർ എല്ലാം ക്യാമ്പെല്ലാം അഴിച്ചുകൊണ്ടിരിക്കുക. പൊളി വ്യൂ അല്ലേ, ക്യാമ്പിങ് വണ്ടി കിടക്കണേ ഒരു കയ്യും കണക്കുമില്ല, ലക്ഷക്കണക്കിനാണ്. വൈകുന്നേരം പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെ ഇപ്പം തന്നെ ഫുള്ള് ട്രാഫിക്കാണ് റോഡ് മുഴുവൻ. അപ്പോൾ വൈകുന്നേരം എങ്ങനെ ഇതിൻ്റെ അകത്ത് പുറത്ത് കിടക്കുമെന്നുള്ളത്, അല്ലെങ്കിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞ് 2 മണിക്കൂർ ഇവിടെ ചില്ലടിച്ചിട്ട് എല്ലാവരും പോയി കഴിയുമ്പോൾ പോകണം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഇപ്പം വേൾഡ് ചാമ്പ്യനാണ് ഫോർമുല 1 റേസിംഗ് 2023-21 മുതൽ കണ്ടിന്യൂസ് ചാമ്പ്യനാണ്. വന്ന വരുവയ്ക്ക് ആ ബ്ലൂ നമ്മളങ്ങനെ ഫിനിഷിംഗ് പോയിന്റിലെത്തി. ഇവിടെയാണ് ഫിനിഷിംഗ് പോയിന്റ്. മെയിൻ ഗാലറിയിൽ നമ്മൾ കയറി പറ്റി രാവിലെ. ഇനിയിപ്പോൾ ഏതാനും മണിക്കൂറുകൾ കൂടെ ഉള്ളൂ. 2 മണിക്കൂർ 58 മിനിറ്റ് 47 സെക്കൻഡും കൂടെ ഉള്ളൂ. മാക്സ് ഫെർസ്റ്റപ്പൻ്റെ ബോക്സ് നമ്പർ 9 മെഴ്സിഡസ് AMG GT ആണ് പുള്ളിയുടെ വണ്ടി. 43 മിനിറ്റ് 30 സെക്കൻഡ്. അതാണ് ഇനി മിച്ചം. ലാസ്റ്റ് 20 സെക്കൻഡ്. Last 10 seconds. 6, 5, 4, 3, 2, 1, 0. Time up. Aus. Feiert ruhig die Sieger. Mercedes, AMG, Kim Ravenol, Fabian Schiller, Maxim Matter, Lukas Schmalz und Ravenol, 24 Stunden der Red Bull Lamborghini 84, Mirko Bortolotti, Team Vollprofi, wie Matthias Easy. Das ist ein Platz 5. നമ്മളങ്ങനെ പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകാം. ലംബോർഗിനി കൊണ്ടുവന്ന വലിയ ട്രക്ക് വേണം.
ഷട്ടിൽ ബസ്സൊക്കെ നോക്കി നിന്നാൽ 6 കിലോമീറ്റർ ചിലപ്പോൾ 2 മണിക്കൂർ എടുക്കും. വെറുതെ പന്തം പോലെ നിൽക്കണേക്കാളും ഭേദം നടക്കുവാന്ന് പറഞ്ഞ് ഞങ്ങൾ നടക്കുക. 1.5 മണിക്കൂർ നടപ്പ് കാണിക്കണേ. ഇനി ഇവിടെ ഒരാഴ്ച വമ്പിച്ച ക്ലീനിങ് മാമാങ്കമായിരിക്കും ഗവൺമെൻറ്റിൻ്റെ വക. വണ്ടികളെല്ലാം ബ്ലോക്കിലാണ്. ഞങ്ങൾ നടന്ന ആദ്യം എത്തോ ഷട്ടിൽ ബസ് ആദ്യം എത്തോ നിങ്ങൾക്ക് നോക്കണം. അത് ഞങ്ങൾ 1/2 മണിക്കൂർ വിജയകരമായി നടന്നിരിക്കുന്നു. ഇനി 1 മണിക്കൂറും കൂടെ നടക്കണം. കാറ് പോകുന്നതും വലിയ സ്പീഡിലൊന്നും അല്ല, നമ്മളെക്കാൾ ഭേദമാണ്. ഇവിടെ മുഴുവൻ വണ്ടി ഇട്ടേക്കുമായിരുന്നു, വണ്ടികളെല്ലാം പോയി. 2 മണിക്കൂർ നടന്ന് അവസാനം വണ്ടി കിടക്കുന്ന സ്ഥലത്തെത്തിയിരിക്കുന്നു. അങ്ങ് അറ്റത്ത് കിടക്കുന്ന വൈറ്റ് വണ്ടി കണ്ടോ, അതാണ് നമ്മുടെ വണ്ടി. കിടക്കുന്നു.